15-ാം വയസ്സിൽ വന്ന മുഴ ക്യാൻസറായി മാറിയിരിക്കുകയാണെന്ന് അടുത്തിടെയായിരുന്നു രേണു സുധി തുറന്നു പറഞ്ഞത്. ഉദ്ഘാടനത്തിനായി പോയപ്പോഴാണ് അസുഖമാണെന്ന് അറിഞ്ഞതെന്നായിരുന്നു റിപ്പോർട്ടുകൾ. നാട്ടിലെ പരിശോധനയിലാണ് അസുഖം സ്ഥിരീകരിച്ചത്. പെട്ടെന്ന് തന്നെ കീമോ ചെയ്യാനും നിർദ്ദേശിച്ചിരുന്നു. നഴ്സായി ജോലി ചെയ്യുകയായിരുന്നു ചേച്ചി. ഇപ്പോൾ ലീവിലാണ്. കാര്യങ്ങളെക്കുറിച്ചെല്ലാം ചേച്ചിക്ക് നന്നായി അറിയാം. 4ാമത്തെ സ്റ്റേജിലാണ് തന്റെ അസുഖമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. തനിക്ക് അതേക്കുറിച്ചൊന്നും അധികം അറിയില്ല. ഭക്ഷണം തരുന്നതും കുളിപ്പിക്കുന്നതുമെല്ലാം ചേച്ചിയാണ്. വ്ളോഗിലും ഇൻസ്റ്റഗ്രാമിലുമെല്ലാമായാണ് രേണു തന്റെ അവസ്ഥയെക്കുറിച്ച് പറയുന്നത്. കിച്ചു കാണാൻ വരാത്തതിന്റെ നിരാശയും ഇടയ്ക്ക് പങ്കുവച്ചിരുന്നു. 11 വയസ്സ് മുതൽ താൻ നോക്കി വളർത്തിയ കിച്ചു കാണാൻ വന്നില്ലെന്ന് രേണു സുധി തുറന്നു പറഞ്ഞിരുന്നു. ക്യാൻസർ ചികിത്സയിലാണ് രേണു ഇപ്പോൾ. ആദ്യ കീമോ കഴിഞ്ഞതിനു ശേഷമുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളെക്കുറിച്ച് അവർ തുറന്നു പറഞ്ഞിരുന്നു. തനിയെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റുന്നില്ല. ബ്രഷ് ചെയ്യാനോ മറ്റു കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും സാധിക്കുന്നില്ല. ശത്രുക്കൾക്ക് പോലും ഇങ്ങനൊരു അവസ്ഥ വരരുതെന്നേ പറയാനുള്ളൂ. അത്രയും വേദനയാണ്. വേദന കാരണം താൻ ഉറങ്ങാറില്ല. തന്റെ ബുദ്ധിമുട്ടുകൾ കണ്ട് വീട്ടുകാരും ഉറങ്ങാറില്ല. കുഞ്ഞിനെ ഓർത്താണ് സങ്കടമെന്നും അവർ പറഞ്ഞിരുന്നു. അവനു വേണ്ടി ജീവിതത്തിലേക്ക് വരും. ശാരീരികമായ ബുദ്ധിമുട്ടുകളാണ് താങ്ങാൻ പറ്റാത്തത്. മാനസികമായി താൻ സ്ട്രോങ് ആണെന്നും രേണു വ്യക്തമാക്കിയിരുന്നു. നേരത്തെ വിമർശിച്ചവർ പോലും അസുഖവിവരം അറിഞ്ഞപ്പോൾ ആശ്വസിപ്പിച്ചിരുന്നു. അധികം വൈകാതെ തന്നെ ശക്തിയായി തിരികെ വരണമെന്നാണ് പറയാനുള്ളത്. ഈ അവസ്ഥയും കടന്നുപോകും. പഴയതുപോലെ കാണാനാണ് ആഗ്രഹിക്കുന്നതെന്നായിരുന്നു കമന്റുകളെല്ലാം. തുടക്കത്തിൽ തന്നെ ആദരാഞ്ജലി പോസ്റ്റുകളൊക്കെ കണ്ടതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. ഈ പറയുന്നവരുടെ പ്രിയപ്പെട്ടവർക്കൊന്നും അസുഖം വരാതിരിക്കട്ടെ. ഈ അവസ്ഥയിലെങ്കിലും വെറുതെ വിടണമെന്നും രേണു തുറന്നു പറഞ്ഞിരുന്നു. രേണുവിനെ കാണാൻ കിച്ചു വന്നിരുന്നു, എന്തായി കാര്യങ്ങൾ എന്നൊക്കെ ഒരുപാട് പേർ തന്നോട് ചോദിക്കുന്നുണ്ട്. ലൈവിൽ വന്ന സമയത്ത് അതേക്കുറിച്ചായിരുന്നു ചോദ്യങ്ങളെല്ലാം. അവരെ വിളിച്ചു നോക്കിയതിനു ശേഷം അറിയിക്കാം എന്നായിരുന്നു താൻ പറഞ്ഞത്. വൈകുന്നേരമായപ്പോൾ കിച്ചു രേണുവിന്റെ വീട്ടിൽ പോയിരുന്നു. ആശുപത്രിയിലേക്കല്ല, വീട്ടിലേക്കാണ് വന്നത്. സുധിച്ചേട്ടന്റെ ചേട്ടൻ സുനിലിന്റെയും ഭാര്യയും മക്കളും കൂടെ ഉണ്ടായിരുന്നു. റിതപ്പന്റെ കൂടെ കുറെ നേരം അവൻ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം തിരികെ പോയി എന്നാണ് താൻ അറിഞ്ഞത്. രേണുവിനെ കാണാൻ ആശുപത്രിയിലേക്ക് പോയിട്ടില്ല. പോയാൽ കാണാൻ പറ്റുമോ എന്ന കാര്യവും സംശയമാണ്. ഒത്തിരി വൈകിയാണ് അവർ വീട്ടിലെത്തിയത്. ഇനി വരാമെന്ന് പറഞ്ഞാണ് പോയത്. അടുത്ത കണ്ടന്റും കൊണ്ട് വന്നു എന്ന് പറയുന്നവരോട് കാണാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ കാണണ്ട. കണ്ടന്റിന് വേണ്ടിയല്ല താൻ ഇത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്നവരുണ്ട്. ഇതൊന്ന് കാണണേ എന്ന് ഞാൻ ആരോടും പറയുന്നില്ല. അതുകൊണ്ട് നെഗറ്റീവുമായി ആരും വരണ്ട. ആളും തരവും അറിഞ്ഞു വേണം സംസാരിക്കാൻ. ഇങ്ങോട്ട് പണി വന്നാൽ അങ്ങോട്ടും കിട്ടും. രേണുവിനെ കുറിച്ചുള്ള വിവരം അറിയാനായി ഒരുപാട് പേർ തന്നെ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്യുന്നുണ്ട്. രേണുവിന്റെ ചേച്ചിയും പപ്പയും ഒക്കെ തന്നെ വിളിക്കാറുണ്ട്. കാര്യങ്ങൾ അറിയാനായി താൻ അവരെയും വിളിക്കാറുണ്ടെന്നുമായിരുന്നു സജീന പറഞ്ഞത്.